നമ്മൾ ഇന്ന് 2 ദിവസത്തെ ട്രക്കിങ്ങിനായിട്ടാണ് വന്നേക്കുന്നത്. ടെന്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നെങ്ങാനും വീണാൽ തീർന്നു. ഈ ട്രക്കിംഗ് ആണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും ലോങ്സ്റ്റും ഏറ്റവും ടഫസ്റ്റ്. റോപ്പ് ക്ലൈംബിങ്ങും റാമ്പല്ലിങ്ങും ഒക്കെയാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. വിചാരിച്ചതിനേക്കാളപ്പുറം. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് നമ്മൾ പോയിട്ട് ഒരു ഗുഹയിൽ താമസിക്കും. ഇനി ഡിഫറെൻറ്റ് ടെറൈനാണ്. ഇനിയാണ് നമ്മൾ ശരിക്കുമുള്ള AMK കയറാൻ പോണത്. സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലോഗിങ് പേടിയാണ്. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രക്കിങ്ങിനായിട്ട് വന്നേക്കാണ്. AMK ട്രക്കിങ്. ഇവിടെ പുറകെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു മലയൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ടീം എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിലാണ് എത്തിയത്. നമ്മൾ കസാര എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. പിന്നെ എൻ്റെ കൂടെ ട്രക്കിങ്ങിനായിട്ട് വന്നേക്കുന്നത്, അതായത് ഞാൻ കൂടെ വന്നേക്കുന്നത് ചേട്ടയോടൊപ്പം പിന്നെ പോളേട്ടനും ഉണ്ട്. ടീമിന്റെ കൂടെയാണ് നമ്മൾ ട്രക്കിങ്ങിന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യണത് ഒരു വില്ലേജിലാണ്. വില്ലേജിന്റെ പേരെന്തെങ്കിലും അറിയോ? പേര് ശ്രേജ് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നു. ഇവിടെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ നടക്കാറ്. അതാണ് AMK. ഗൈസ്, അതാണ് AMK യുടെ ഫുൾ ഫോം എന്താണ്? അലങ്ക് മദൻ കുലങ്ക്. അത് തന്നെ. അതായത് 3 ഫോർട്ട് അല്ലേ? 3 ഫോർട്ട്. അതായത് പണ്ട് കാലത്ത് യുദ്ധം വരുമ്പോൾ ഈ വില്ലേജിലുള്ള ആൾക്കാർ മറ്റേ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒളിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് ആ മലയുടെ മുകളിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ ഫോർട്ടാണ്. അതാണ് AMK, അലങ്ക് മദൻ കുലങ്ക്. ഏകദേശം 27 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ആണ്? 27 കിലോമീറ്റർ ഉണ്ട് മൊത്തം. 2 നൈറ്റും 3 ഡേ ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. കുറെ ഭാഗമൊക്കെ നമ്മൾ റോപ്പ് ക്ലൈംബിങ്ങും റാമ്പല്ലിങ്ങും ഒക്കെയാണ് ചെയ്തിട്ടാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ട്രക്കിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോൾ ഇവിടെ ഉണ്ട്. ഇത് കിഷോർ. ഹായ് പറഞ്ഞേക്ക്. ബാക്കി എല്ലാവരും ഞാൻ കാണിച്ചു തരാം. പിന്നെ ശ്രീ ചേച്ചിയും ഷബീറിനും അവിടെ ഉണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഏകദേശം വൈകുന്നേരം 5 മണി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാഗ് വെച്ച് സെറ്റായി നമ്മൾ ഇവിടെ കുളിക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ പിന്നെ എക്സ്ട്രാ ഡ്രസ് ഒന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ മാറിയേക്കാണ്. നാളെ ഈ സാധനം കയറുമ്പോൾ അടിപൊളിയായിരിക്കും. എന്തായാലും നാളെ വെളുപ്പിന് 6:30 നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ശ്രീ ചേച്ചി പറഞ്ഞേക്കണേ. അപ്പം പിന്നെ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ തീർത്ത് നേരെ പോയി കിടന്ന് ഉറങ്ങാനുള്ള കാര്യമൊക്കെ നോക്കട്ടെ. നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ട്, പിന്നെ ചോറ്, പിന്നെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കിടക്കാൻ പോവാണ്. ഇതേ കിടത്തിൽ തന്നെ നേരെ എന്നിട്ട് രാവിലെ നീറ്റ് അങ്ങോട്ട് പോകും. അപ്പൊ ഇനി രാവിലെ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ പോയി അതന്നെ. ഈ സാധനം നമുക്ക് മേത്തിടാനുള്ളതാണ്. അതിന് ഹാർനസ് ഉണ്ട്, നമുക്കൊരു സേഫ്റ്റി ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ടെന്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സെറ്റായി. അടുത്ത വ്ളോഗർ മനോജേട്ടാ യൂട്യൂബ് ചാനലിനെ പരിചയപ്പെടുത്ത്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞു പോയാൽ ചാനൽ കിട്ടും. പക്ഷെ അതിൽ മിക്കവാറും കോട്ടകളെ ഉണ്ടാവുള്ളൂ. കോട്ടകളായിരിക്കും കൂടുതൽ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ താല്പര്യമുള്ള കേൾക്കോ. അപ്പൊ ഇതേ എല്ലാവരും പതുക്കെ നടന്നു തുടങ്ങി. അവിടെ നമ്മുടെ റോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളും ക്യാരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ AMK കയറാനായിട്ട് പോവുകയാണ്. രാവിലെ തന്നെ നമ്മൾ പുഴുങ്ങിയ മുട്ട, പിന്നെ പഴം, പിന്നെ എന്തോ ഒരു ഉപ്പുമാവ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതാണ് ഏതാ? പോഹ എന്നാണ് പേര്. പോഹ എന്തിനാവട്ടെ. ആ സാധനം രാവിലെ തന്നെ നമ്മൾ കഴിച്ച്. ഇപ്പൊ ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. രാവിലെ ടെന്റിൽ നിന്ന് എണീക്കാൻ നേരത്ത് നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. നമ്മള് പോകുന്ന വഴിക്കടെ ഇങ്ങനത്തെ കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് വേണം നമ്മുടെ മറ്റേ മേതിരാനുള്ള സാധനം, ഞാൻ പേര് ഹാർനസോ മറന്നുപോയി. അതിട്ടാലാണ് നമുക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ ട്രക്കിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ട്രക്കിംഗ് ആണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും ലോങ്സ്റ്റും ഏറ്റവും ടഫസ്റ്റ്. അതിൻ്റെതായ കുറച്ച് എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിത് 2 ദിവസം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2 പകലുകളും 1 രാത്രിയും. പാമ്പിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ അധികം പേര് ട്രക്ക് ചെയ്യാൻ വരാത്തതുകൊണ്ട് തന്നെ വഴികളൊന്നും അത്ര പക്കയല്ല. നമ്മൾ ഇത്രയും നേരം ദൂരത്ത് നിന്ന് കണ്ട മലയൊക്കെ അടുത്തെത്തി തുടങ്ങി. ഇപ്പോൾ പക്ക ഒരു സ്റ്റീപ്പ് കയറ്റായി തുടങ്ങി. ഗൈസ്, ഇതുപോലെ തന്നെ ഭയങ്കര തെന്നലുണ്ട്. നല്ല രീതിയിൽ തെന്നിയടിച്ച് വീഴാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. ഗൈസ്, നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്താണ്. നമ്മുടെ ടീമിൽ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ തേങ്ങ ഉടക്കലൊക്കെ ഉണ്ടായല്ലേ? എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു? എത്ര കിലോമീറ്റർ കൂടി ഉണ്ട്? കിലോമീറ്റേഴ്സ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് ഇതുപോലത്തെ കാടിൻ്റെ അകത്തായിട്ടുള്ള സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളാണ്. ഇവിടെ കുറേ
പൂക്കളൊക്കെ വിരിഞ്ഞേക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. മണക്കാനൊന്നും പോയില്ല, അതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഇങ്ങനെ കണ്ടു പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ദിവസത്തെ ട്രക്കിങ്ങിനായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ പോയിട്ട് ഒരു ഗുഹയിൽ താമസിക്കും. എന്തായാലും അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായിരിക്കുമെന്ന്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വഴി കണ്ടുപിടിക്കണമല്ലോ, ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഉറപ്പ്. നമ്മൾ വെള്ളം പിടിച്ച് നിൽക്കുകയാണ്. ബാക്കിയെല്ലാവരും മുകളിലായിട്ട് കുറച്ച് പേര് മുകളിലായിട്ട് പോയി. നമ്മുടെ പുറയിൽ കുറച്ച് പേര് ആയാണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡീവിയേഷൻ 2 സൈഡിലായിട്ട് ഇവിടെ ഔട്ടായതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഗ്ലൂക്കോസ് ഇത് കഞ്ഞിവെള്ളമല്ല, ഗ്ലൂക്കോസാണ്. വന്നുണ്ട് മുന്നിൽ നിന്നുള്ള വിളിയായില്ല, ഇനി പുറകിൽ നിന്നാണ് വിളി. ഞാൻ അവരെത്തിയിട്ട് വേണം. ഇല്ല, മുകളിൽ നിന്ന് റെസ്പോൺസ് ഇല്ല. കുറേ നേരമായിട്ട് നമ്മൾ ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞാണ് പോണത്. റെസ്റ്റ് എടുത്തപ്പോഴൊന്നും തല പൊങ്ങിയത്. ഇവിടെ ഇപ്പോൾ ഒരു പൂജയൊക്കെ കഴിഞ്ഞ് തേങ്ങ ഉടച്ചു. ഇനി നമ്മുടെ കുറച്ചും കൂടി ടീമിലുള്ള ആൾക്കാർ വരാൻ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര തെന്നലാട്ടോ, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഈ മച്ചാണ് ഏറ്റവും യങ്ങസ്റ്റ് പേഴ്സൺ ഇൻ ദ ട്രക്ക്. നാം പോലോ സുമിത് ചോട്ടു അത് വരുന്നു നോക്കി. പിന്നെ ഞങ്ങൾ ഇഴഞ്ഞാണ് കൊണ്ടിരുന്നത്. പക്ഷെ അത്ര ഹൈറ്റ് കുറവാണ് നമുക്ക്. ഇത് പല ടെറൈൻസ് ഉണ്ട്. ഇന്നലെ ശ്രമിച്ചിട്ട് എല്ലാം കുറേ പറഞ്ഞു തന്നിരുന്നു. ചിലതൊന്നും മനസ്സിലായില്ല, ഇപ്പോൾ മനസ്സിലായി ഏകദേശം. ഈ ഡിഫറെൻറ്റ് ടെറൈനാണ്, കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ സ്റ്റെപ്സ് തെന്നലുണ്ടാവും അത്യാവശ്യം. ഇവിടെ നിന്നൊരു വലിയ വ്യൂ തന്നെ കാണാനുണ്ട്. ഇനി എവിടെ കോടയൊക്കെ പോകണ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതേ മുകളിലായിട്ട് കയറുകയാണ്. നമ്മളിത്ര നേരം വന്ന വഴിയല്ല, നല്ല ടാസ്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പാതി മുക്കാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. കാരണം വെച്ചാൽ അത്രമാത്രം ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് വരുന്നത്. ഇവിടെ ഒന്നും വലിയ സീനില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ വെള്ളം വീണിട്ട് പായൽ വീണൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ മാക്സിമം എന്നെ പറ്റാവുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇങ്ങനത്തെ സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ടാണ് കയറുന്നത്. ഗൈസ് നമ്മളങ്ങനെ ക്ലൈംബ് ചെയ്ത് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ജംഗ്ഷൻ എന്ന് പറയാം. അങ്ങോട്ട് പോയാൽ MK, ഇങ്ങോട്ട് പോയാൽ A. കുറച്ച് പേരുടെ താഴത്തുനിന്ന് വരാനുണ്ട്. ഇവിടുത്തെ വ്യൂ രക്ഷയില്ല. അവിടെ ഡാമൊക്കെ കാണാനുണ്ട്. കിടലൻ വ്യൂ ആണ്. ഇപ്പം എന്തായാലും നമ്മളിവിടെ എത്തി. ഇനി കുറച്ച് നേരം അവർ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ കയറാൻ പോവാണ് ഇവിടെ നിന്ന്. ഇപ്പം നമ്മൾ ആ ഗുഹയുടെ അകത്താണ്. ഇനി കുറച്ച് പേര് വന്നിട്ട് വേണം. നമ്മുടെ ബാഗ് ഇവിടെ തന്നെ വെച്ചു. നമ്മളപ്പോൾ ഹാർനസിന് ഇട്ടിട്ട് മുകളിലേക്ക് പോകണത്. നമ്മുടെ ബാഗൊക്കെ ഇവിടെ തന്നെ വെക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്നാക്സും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ചെറിയ ബാഗിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും നമുക്ക് കൊണ്ടുനടക്കാൻ കാര്യങ്ങളൊക്കെ. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള MK കയറാൻ പോണത്. ആദ്യം അങ്ങനെയല്ലടാ, ഇതിങ്ങനെയല്ല. എല്ലാവരും ഹാർനസ് ഒക്കെ ഇട്ടോ, എല്ലാവരും ഇട്ടു. ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ടാണ് നമ്മൾ ക്ലൈംബ് ചെയ്യണത്. അപ്പൊ നമ്മൾ ക്ലൈംബ് ചെയ്യാൻ പോകുന്നത് നേരെ അങ്ങോട്ട് പോകും. ഓക്കെ, അതാണ് MKയിലെ M. അതാണ് നമ്മൾ കയറാൻ പോകുന്നത്. അവിടെ സ്റ്റെപ്സ് ഒക്കെ കാണുന്നുണ്ട്. അത് നമുക്ക് കയറാനുള്ളതാണ്. നമ്മുടെ അവിടെ ടീമേറ്റ്സ് ഒക്കെ പോകുന്നുണ്ട്. ഞാൻ നടന്നുകൊണ്ട് എന്തായാലും വ്ലോഗ് എടുക്കല്ല, പിന്നെ അടിച്ച് വീഴും. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്താൻ നോക്കട്ടെ കേട്ടോ. ഗൈസ് അവിടെ നടന്നുകൊണ്ട് നമ്മുടെ ടീം അവിടെ എത്തി. നല്ല എക്കോ ഉണ്ട്. എൻ്റെ അമ്മ അവിടെ വരെ കേൾക്കുക ഗൈസ്, കൊള്ളാം. ഇതൊക്കെ നമ്മുടെ മേത്ത് കൊണ്ടാൽ എന്താവൊന്നും പറയാൻ പറ്റില്ല. അതോടെ ഞാൻ കൈ പൊക്കി നടക്കുകയാണ്. ഗൈസ് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെ സജീവൻ്റെ അവിടെ ഇരിപ്പുണ്ട്. നമ്മളൊരു സ്റ്റെപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ലോഗ് ചെയ്യാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ വ്ലോഗ് ചെയ്യാത്തത്. ഇതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ മുകളിലെത്തിയിട്ട് എടുക്കാം. ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഇപ്പോൾ റെഡിയാക്കി ഇട്ട് തന്നേക്കണത്. എന്നിട്ട് നമ്മൾ തന്നെ ഊരിയിട്ട് സെറ്റാക്കണം അപ്പുറത്തേട്ട്. അതെ ഗൈസ്, ഇനി നമുക്ക് കയറാനുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ, മറ്റേ റോപ്പ് ഇട്ടേനാണ്ടോ, ഇനി അതിക്കണം നമുക്ക് ക്ലൈംബ് ചെയ്ത് കയറി പോകണം. അപ്പോൾ അതാണ് ഇപ്പോൾ ചെറിയൊരു ടാസ്ക്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ പറ്റില്ല, ഓരോരുത്തരായിട്ടാണ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമ്മൾ കയറാൻ പോകാൻ ഒരു ഐഡിയ ഇല്ല. തുഷാരി ചേച്ചി ഭയങ്കര കഷ്ടപ്പെട്ടു പോയി. അതെൻ്റെ അപ്പം ചെറിയൊരു പതർച്ച പകച്ചു പോയി എൽബിയുടെ ബാല്യം. ബാക്ക് അതന്നെ. ഓക്കെ ഫൈൻ.
എന്റെ മുന്നേ അവിടെ നിന്ന് കയറി മുകളിൽ എത്തിയുള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട്? പോളി, ഒരു രക്ഷയില്ല, ആദ്യമായിട്ടാ. അടിപൊളി രക്ഷയില്ല. അപ്പോൾ രണ്ടും കൂടി ഒന്നും പറയാനില്ല മച്ചാനെ, വെറുതെ പുളിയായിരുന്നു. ശരി. ഓ എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി. കാണുന്ന പോലെ അല്ല കേട്ടോ. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി ആൾക്കാരോട് എത്തിയാൽ നമുക്ക് ബാക്കി കയറാം. കുറേ തലവട്ടിയാണ് കാണുമ്പോൾ എന്നെ പോലെ ഇരിക്കുന്നെങ്കിലും ഞാനല്ല. ഗൈസ് നമ്മൾ ടാസ്ക് ഏകദേശം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കുകയാണ്. നല്ല പൂക്കൾ നല്ല സ്ഥലം. ഗൈസ് ഇതാണ് ആ ടാങ്ക്. നമുക്ക് ഇവിടെ നിന്നാണ് വെള്ളം കളക്ട് ചെയ്യേണ്ടത്. മഴ അല്ലെങ്കിൽ പോഴ അതിനൊക്കെയാണ് വെള്ളമായിരിക്കില്ല. ഹൈ പറയും. ബാക്കി എല്ലാവരും ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഫൈനലി ഗൈസ് നമ്മളതേ ടോപ്പിലെത്തിട്ടോ. കുറച്ച് പേരൊക്കെ താഴ്ന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ അതിൻ്റെ ടോപ്പ് നമ്മളെത്തി. ഇവിടെ സ്നിക്കേഴ്സാണ് നമുക്ക് കഴിക്കാനായിട്ടുള്ളത്. വെയിലൊന്ന് ഗൈസ് ഫൈനലി നമ്മൾ മതൻ കയറിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തന്നെ അലങ്കും കയറുന്നുണ്ട്. ആ കാണുന്നതാണ് അലങ്ക്, അത് കുലങ്ക്. പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നമ്മുടെ അലങ്കിലേക്ക് വരാനുള്ള പരിപാടി. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളത് തിരിച്ചിറങ്ങുക കേട്ടോ. പിന്നെ നമ്മൾ കയറിയ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. ഇനി ഇവിടെ ഇറങ്ങാമെന്നുള്ള ടാസ്ക് മാത്രമേ ഉള്ളൂ. ഗൈസ് ഇതൊക്കെ നമ്മൾ വന്ന വഴിയാണതേ. വിചാരിച്ചതിനേക്കാൾ അപ്പുറം ടോപ്പിലെത്തിയത് കണ്ടില്ലേ. എല്ലാം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. ഇനിയിപ്പോൾ നമ്മളിത് താഴത്തേട്ട് ഇറങ്ങുന്നു. കയറിയപ്പോൾ നല്ല സുഖമായിരുന്നു. ഇനിയിപ്പോൾ ഇറങ്ങാൻ നേരത്തെ ബുദ്ധിമുട്ട്. ഇവിടെ നിന്നെങ്ങാനും വീണാൽ തീർന്ന്. ദൈവമേ ഒന്നും പറ്റല്ലേ. ഇനിയിപ്പോൾ എന്തായാലും താഴത്തേട്ട് ഇറങ്ങട്ടെ. ഇപ്പോഴാണ് ഒരു സമാധാനപരമായിട്ടുള്ള സ്ഥലത്തെത്തിയത്. നമ്മളാ മലയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടോ. ഇപ്പോൾ അതെ നമ്മളെ തിരിച്ചിടുന്നോണ്ടിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ നമ്മുടെ ഗുഹയിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അലങ്ക് കയറാൻ പോവാണ്. ഗൈസ് നമ്മളങ്ങനെ ഗുഹയിൽ തിരിച്ചെത്തി. ഇവരെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ മതൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും.